യേശുക്രിസ്തുവിന്റെ അനന്തമായ കരുണയും സ്നേഹവും ഈ 13-ാം പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒരു നദി പോലെ ഒഴുകട്ടെ. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഈ പ്രാർത്ഥനായാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആഴമേറിയ ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് രാവിലെ കൃത്യം 6 മണിക്ക് നമ്മൾ ഈ വചനത്തിനു ചുറ്റും ഒന്നിച്ചിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരുപക്ഷേ വലിയൊരു നിശബ്ദത അനുഭവപ്പെടുന്നുണ്ടാകാം. ഇന്ന് 13-ാം ദിവസമാണ്. നാളെ ഈ യാത്ര അവസാനിക്കുകയാണ്. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുമോ എന്ന ചോദ്യം നിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ മകനേ, മകളെ, നീ ഒന്ന് ഓർക്കുക. 10 മിനിറ്റല്ല, 15 മിനിറ്റിലധികം നീളുന്ന ഈ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇത് വെറുമൊരു വീഡിയോ അല്ല, മറിച്ച് നിന്റെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വകാര്യ നിമിഷമാണ്. അതുകൊണ്ട് ഈ സമയം നിന്റെ സകല ഭാരങ്ങളും എന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ശാന്തമായിരിക്കുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം സെഖേറിയാവ് 4:6 സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ശക്തിയാലല്ല പരാക്രമത്താലുമല്ല, എന്റെ ആത്മാവിനാലത്രേ ഇത് സാധ്യമാകുന്നത്. ഈ വചനം ഇന്ന് നിന്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർത്തുവെച്ച് നീയൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. 3 കോടിയുടെയോ 80 ലക്ഷത്തിന്റെയോ കടബാധ്യതകൾ തീർക്കാൻ നീ നിന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ചു നോക്കി, പക്ഷേ പരാജയപ്പെട്ടു. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറ്റാൻ നീ ഓടി നടന്നു, പക്ഷേ വാതിലുകൾ അടഞ്ഞുതന്നെ കിടന്നു. രോഗസൗഖ്യത്തിനായി ഏറ്റവും നല്ല ഡോക്ടർമാരെ കണ്ടു, പക്ഷേ വേദനകൾ വിട്ടുമാറുന്നില്ല. ഇതാ ഇന്ന് സ്വർഗം നിന്നോട് പറയുന്നു, നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് സാധ്യമാകും. നിനക്ക് അസാധ്യമായത് ദൈവത്തിന് നിസ്സാരമാണ്. അടഞ്ഞുകിടക്കുന്ന സാമ്പത്തിക വാതിലുകൾ, തടസ്സപ്പെട്ട വിസ നടപടികൾ, കേസുകൾ എല്ലാം ആ ആത്മാവിന്റെ സ്പർശനത്താൽ ഇന്ന് അഴിഞ്ഞുമാറുകയാണ്. ഈ വചനത്തോട് ചേർന്ന് മനോഹരമായ ഒരു ജീവിത സത്യം ഞാൻ നിന്നോട് പങ്കുവെക്കാം. ഒരിക്കൽ ഒരു ശില്പി വലിയൊരു കല്ലിൽ മനോഹരമായ ഒരു രൂപം കൊത്തിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാണാൻ വന്ന ഒരാൾ ചോദിച്ചു, ഇത്രയും കടുപ്പമുള്ള ഈ കല്ലിൽ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു രൂപം നിങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ആ ശില്പി മറുപടി പറഞ്ഞു, ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ കല്ലിനുള്ളിൽ ആ രൂപം നേരത്തെ തന്നെയുണ്ട്. ഞാൻ ചെയ്യുന്നത് ആ രൂപത്തിന് പുറത്തുള്ള ആവശ്യമില്ലാത്ത കഷ്ണങ്ങൾ തല്ലി മാറ്റുക എന്നത് മാത്രമാണ്. മകനെ, നിന്റെ ജീവിതവും ഇതുപോലെയാണ്. നിന്റെ പരാജയങ്ങളും കടബാധ്യതകളും രോഗമോഹങ്ങളും നിന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല. അത് നിനക്ക് ചുറ്റുമുള്ള ആവശ്യമില്ലാത്ത കഷ്ണങ്ങളാണ്. ദൈവം ഇന്ന് തന്റെ ഉളികൊണ്ട് ആ വേദനകളെ തല്ലിമാറ്റുകയാണ്. അത് മാറ്റിക്കഴിയുമ്പോൾ ലോകം കാണുന്നത് നിന്റെ മനോഹരമായ രൂപമായിരിക്കും. നിന്റെ തകർച്ചകൾ നിന്നെ രൂപപ്പെടുത്താനുള്ള ദൈവത്തിന്റെ വഴികളാണെന്ന് നീ ഇന്ന് തിരിച്ചറിയുക. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന സങ്കരങ്ങൾ ഇന്നു നമ്മൾ ഒരൊറ്റ ഹൃദയമായി ദൈവത്തിനു മുൻപിൽ സമർപ്പിക്കുകയാണ്. 35 വർഷത്തെ വാടക ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, വസ്തു വിൽക്കാൻ കഴിയാതെ ജപ്തി ഭീഷണിയിലിരിക്കുന്നവർ, ചതിക്കപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ബിസിനസ് മേഖലയിൽ പുതിയ ബന്ധങ്ങളുണ്ടാകാനും തടസ്സപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടാനും നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. കോടതി കേസുകളിൽ നീതിയുള്ള വിധി ലഭിക്കട്ടെ. വിദേശത്ത് ദുബായിലും ഇസ്രായേലിലും ജർമ്മനിയിലുമൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പരീക്ഷകൾക്കൊരുങ്ങുന്ന മക്കൾക്ക് ജ്ഞാനവും ഓർമ്മശക്തിയും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും +2വിലും പഠിക്കുന്ന മക്കളുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. രോഗത്താൽ വലയുന്നവർ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അമ്മയുടെ വിട്ടുമാറാത്ത തലകറക്കം, അച്ഛന്റെ ശ്വാസം മുട്ടൽ, മക്കളുടെ കാലിലെ വേദനകൾ, കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവയെല്ലാം എന്റെ മുറിവുകളോട് ചേർത്തുവെക്കാം. ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയവർക്കായി നമ്മളിന്ന് ഒത്തൊരുമിച്ച് അപേക്ഷിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം അവിടെ സംഭവിക്കട്ടെ. 70 വയസ്സായിട്ടും സമാധാനമില്ലാതെ കരയുന്ന അമ്മമാരെ ഞാൻ എന്റെ മാറോടണയ്ക്കുന്നു. അശ്ലീല സ്വപ്നങ്ങൾ കണ്ട് രാത്രികളിൽ ഭയപ്പെടുന്നവർക്ക് ആ മാനസിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞിനായി കൊതിക്കുന്നവർക്കും മക്കളുടെ വിവാഹം വൈകുന്നതോർത്ത് വിഷമിക്കുന്നവർക്കും ഇന്ന് വചനം മറുപടി നൽകും. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം.
ഇതിൽ നിങ്ങൾ ശാന്തമായ പശ്ചാത്തല സംഗീതം മാത്രം നൽകുക. വളരെ സാവധാനത്തിലും ആത്മീയ തീവ്രതയോടെയും വായിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, ഈ 13-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ അങ്ങയുടെ അരികിലിരിക്കുന്ന നിന്റെ ഓരോ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ശക്തിയാലല്ല, ആത്മാവിനാൽ ഇത് സാധ്യമാകും എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. കോടികളുടെ കടഭാരത്താൽ തകർന്നുപോയ കുടുംബങ്ങളെ നീ അത്ഭുതകരമായി ഉയർത്തണമേ. ബാങ്ക് ജപ്തിയുടെ ഭീഷണിയിൽ ഇരിക്കുന്നവരോട് നീ കരുണ കാണിക്കണമേ. വീടും സ്ഥലവും വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് പുതിയ വഴികൾ തുറന്നു നൽകണമേ. രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്ന അമ്മമാർക്കും ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവർക്കും ഈ നിമിഷം അങ്ങയുടെ സൗഖ്യം ലഭിക്കട്ടെ. മദ്യപാനത്തിനും പുകവലിക്കും അടിമപ്പെട്ട മക്കളുടെയും ഭർത്താക്കന്മാരുടെയും ഹൃദയം നീ മാറ്റണമേ. പിണങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ വേഗത്തിൽ കുടുംബത്തിലേക്ക് മടങ്ങിവരട്ടെ. പരീക്ഷകൾക്കൊരുങ്ങുന്ന മക്കളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. വിദേശയാത്രയ്ക്കായി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ. പൈശാചികമായ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ കൂടാരങ്ങളിൽ എന്നും നിറയട്ടെ. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഈ പരീക്ഷകൾ നിന്നെ തകർക്കാനല്ല, നിന്നെ ബലപ്പെടുത്താനാണ്. ഒരു കാറ്റാടിമരം ശക്തിയായി വീശുന്ന കാറ്റിനെ തറഞ്ഞു നിർത്തുമ്പോഴാണ് അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുന്നത്. അതുപോലെ നിന്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ നിന്റെ വിശ്വാസത്തിന്റെ വേരുകൾ എന്നിലേക്ക് ആഴ്ത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പരാജയങ്ങളെ കണ്ട് ഭയപ്പെടരുത്. തടസ്സങ്ങളെ കണ്ട് പിന്മാറരുത്. വിജയം നിന്റെ വാതിൽക്കലെത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ യാത്രയിൽ പരസ്പരം കൈപിടിക്കണം. നിന്റെ സങ്കടം നീ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അത് കാണുന്ന മറ്റുള്ളവർ കൂടി നിനക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു വലിയ സ്നേഹവലയമാണ് നമ്മുടെ കരുത്ത്. നെഗറ്റീവ് ചിന്തകളിൽ നിന്നും അശ്ലീല സ്വപ്നങ്ങളിൽ നിന്നും നമ്മുടെ യുവാക്കളെ ദൈവം സംരക്ഷിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന സമാധാനം നിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരാളുടെ ഭാരം കുറയ്ക്കാൻ നീ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി സ്വർഗത്തിൽ വലിയ പ്രതിഫലം നൽകും. 14-ാം ദിവസത്തെ ആ മഹാവിജയത്തിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ഈ യാത്രയുടെ അവസാന ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായി നീങ്ങുന്നതിനും സമൃദ്ധിയുടെ പുതിയ വാതിലുകൾ തുറക്കുന്നതിനും വേണ്ടിയായിരിക്കും. ആരും നാളെ മുടങ്ങരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം പറയാൻ നീ തയ്യാറെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.